ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സാധിച്ചു തരണേ മഹാമായേ. എന്താ അപ്പുകുട്ട, ഒരുപാട് നാളായി ഇതുവഴിയൊന്നും കാണാറില്ലല്ലോ. ജോലി തിരക്കുകൊണ്ടാ. പിന്നെ ഇന്നെന്താണാവോ പ്രത്യേകിച്ച്? ഒരു പുഷ്പാഞ്ജലിയും വിളക്കും കഴിക്കണം. രേവതി നക്ഷത്രം. തിരുമേനി, ഒന്ന് പ്രത്യേകം പറയണം. ഒരു പുതിയ തൊഴിൽ പഠിക്കാൻ പോവാ. ശുഭം ഉണ്ടാവണേ, മേൽഗതി ഉണ്ടാവണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. ദേവി, ആരോരുമില്ലാത്ത ഞാൻ ഒരു പുതിയ വഴിക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെടുകയാണ്. സർവശക്തിയും ഉപയോഗിച്ച് എന്നെ കാത്തോളണേ. ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി, ഓം ശക്തി. നന്നായി വരട്ടെ. എന്താടോ രാവിലെ പതിവില്ലാതെ കുളിയും അമ്പലത്തിൽ വരവും? ഞാൻ ചില പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം എന്നെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടും. എന്റെ ജീവിത രീതി ആകെപ്പാടെ ഒന്ന് മാറി മിനുങ്ങാൻ പോവുകയാണ്. ഞാൻ പിന്നെ എല്ലാം വിശദമായിട്ട് പറയാം. ഇപ്പൊ പോയി തൊഴണം. ഇവനെന്താ വട്ട് പിടിച്ചോ? വർക്കിച്ചായോ? വർക്കിച്ചായനെന്താ ഈ രാവിലെ? നീ എവിടെ പോയി കിടക്കായിരുന്നടാ? ഞാൻ കിടക്കല്ലായിരുന്നു, കുളിക്കായിരുന്നു. അമ്പലത്തിലും പോയി. അപ്പുകുട്ടാ, എന്താ? നീ ഇഞ്ഞി വന്നേ. എന്തിനാ? നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്ന്. എന്താ? നീ വന്നേടാ. എടാ, പട്ട കൊണ്ടുവന്നിട്ടുണ്ട്. കാലത്ത് തന്നെ പട്ടയാ? ആ പട്ടയല്ല, വണ്ടിപ്പട്ട. നീ ഇത് നോക്കിക്കേ, നല്ല ബ്ലേഡ് പോലായിരിക്കുന്നേ. നേരാ, നല്ല മിനുസം. തേഞ്ഞു പോയതാ. എന്റെ പൊന്നെ മോനെ, 4 ദിവസം പറക്കോട്ടാന്തേക്ക് ബുക്കിംഗ് ഉള്ളതാ. നീ എന്നെ കുഴപ്പിക്കല്ലേ, ഒന്ന് നന്നാക്കിത്താ. എന്റെ പൊന്ന് വർക്കിച്ചേട്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും ഈ അടുത്ത കാലത്തൊന്നും എന്റെ അടുത്ത് വരണ്ട. ഞാൻ വളരെ ബിസി ആവാൻ പോവാ. ബിസിയോ? എന്ന് വെച്ചാ വേറെ കൊല്ലനെ നോക്കിക്കോളൂ എന്ന് പറയാനും എനിക്ക് മടിയില്ല. അങ്ങനെ പെട്ടെന്നൊരു കൊല്ലനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ എനിക്ക്? സൃഷ്ടിക്കണം. കാരണം എനിക്ക് തീരെ സമയമില്ല. ക്ഷമിക്കണം കേട്ടോ. നിന്നെ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുകയല്ല. ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും ചില വഴിത്തിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു വശപ്പശക പറ്റിയാൽ പിന്നെ ഞാൻ ഇവിടെ തന്നെ വരും. പക്ഷെ ഒരു വശപ്പശകും പറ്റാതെ എന്നെ നോക്കിക്കോളാമെന്ന് ദേവി ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. വർക്കിച്ചേട്ടാ, ഐ എം സോറി. ആശാനെ, ആശാനെ, ചാണ്ടിക്കുഞ്ഞാശാനെ, ആശാനെ, ഇവിടെ ആരുമില്ലേ? ആശാനെ, ആശാനെ, ചാണ്ടിക്കുഞ്ഞാശാനെ. ആരാ നീ? പൊട്ടനാന്നോടാ? ആകെയാണോ നിനക്ക്? പുല്ലങ്ങാട് ഷാപ്പിലെ കൊച്ചുകുട്ടിയുടെ മരുമോനല്ലേടാ നീ? വേലാകുഞ്ഞെ. നിന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നല്ലോ. നീ അങ്ങ് വളർന്നുപോയി. ആശാൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അപ്പുവാ. അപ്പുവാ? വടക്കേക്കര ഷാപ്പിലെ ചീരന്റെ അല്ല ആശാനെ, അപ്പു. കവണാറ്റിക്കര ഷാപ്പിലെ അല്ല ആശാനെ. പിന്നെ നീ ഏത് ഷാപ്പിലെയാ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ. ഡ്രൈവിംഗ് പഠിക്കാൻ? ഞാൻ ഇന്നലെ കാശ് കൊണ്ട് തന്നു. ആർക്കെ? എനിക്കോ? എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ച്. അതിന് സാക്ഷികളുണ്ടോ? അവിടെ കുടിച്ചോണ്ടിരുന്നവരൊക്കെ സാക്ഷികളാ. ഏതായാലും ഇന്നിനെ പറ്റിയല്ല. ഇന്നിവിടെ രാഹുകാലമാ. നാളെ അല്ല ആശാനെ, രാഘാലം തുടങ്ങിയിട്ടില്ല.
തുടങ്ങിയിട്ടില്ല. ആ. എനിക്കൊന്ന് കുളിക്കാൻ പറിക്കൊക്കെ വേണം. അതൊക്കെ കഴിഞ്ഞു മതി. കൊച്ചുകുളിപ്പ അങ്ങനത്തെ കറി വന്നോളൂ. ആ. നീ നാരായണ. അമ്മേ, ആരെയാ നോക്കുന്നേ? നമ്മുടെ അപ്പുകുട്ടനെ. അപ്പുക്കുട്ടൻ എന്താ പ്രത്യേകത? അമ്മ രാവിലെ മുതൽ ത്രില്ലാണല്ലോ. നീ അമ്മയ്ക്ക് ഒരു 101 രൂപ തന്നെ. എന്തിനാ രാവിലെ ഈ 101 രൂപ? നമ്മുടെ അപ്പുട്ടൻ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങല്ലേ? ആഹാ, ആ, നീ അറിഞ്ഞില്ലേ? ഉം, ഉം. അവനൊരു ദക്ഷിണ കൊടുക്കാനാ. സമ്പാദ്യപ്പെട്ട് തുറക്ക്, അതിലൊരുപാടുണ്ടല്ലോ. എടീ, എത്രയുണ്ട്? ആ, അത് ഞാൻ തൊട്ട് കളിക്കത്തില്ല. അത് ഗുരുവായൂർക്കുള്ളതാ. അല്ലെങ്കിൽ തന്നെ അതിൽ എത്രയൊന്നും കാണത്തില്ല. ഒരു 10-200 രൂപ കാണും. നിന്റെ കയ്യിലുണ്ടല്ലോ. തേങ്ങ വിറ്റ കാശ് ഇന്നലെ തന്നെ ചേട്ടന്റെ ഈ കൊടുത്തല്ലോ അമ്മേ. ഗോപനോട് ചോദിക്കേ. ഒരു 101 രൂപയല്ലേ ഉള്ളൂ. അമ്മയ്ക്കൊരു 101 രൂപ വേണോന്ന്. എന്തിനാ? അപ്പുക്കുട്ടന് കൊടുക്കാനാ. ഡ്രൈവിംഗ് പഠിത്തത്തിന് ദക്ഷിണ. ഓഹോ, ഡ്രൈവിംഗ് പഠിത്തോ? അപ്പൊ കത്തി കച്ചവടം തട്ടിപ്പോക്കെ നിർത്തിയോ? അല്ലെങ്കിൽ തന്നെ ഈ കത്തിയും വെട്ടുകത്തിയൊക്കെ ഉണ്ടാക്കി നടന്നിട്ട് അവനെന്താ ഒരു ഗതി? എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഓ, ആയിക്കോട്ടെ. ആരുടെ ബുദ്ധിയാണാവോ അപ്പുവിന്റെ പുതിയ മേഖല? അമ്മയുടെ ആവും. ഇത് അത്ര വലിയ ആനക്കാരിയൊന്നും അല്ലല്ലോ. മംഗലത്ത് തറവാട്, ദിവാൻ പേഷ്കാർ വല്യത്താൻ താവഴി, അടുത്ത ബന്ധു ഒരു കൊല്ലച്ചെറുക്കൻ, നല്ല പാരമ്പര്യം. രമണി, ദാ, വാങ്ങാൻ രൂപ ഷെൽഫിലുണ്ട്, എടുത്തോ. ഇതാണോ തന്റെ വീട്? അതെ. സ്വന്തം? ആ, സ്വന്തം പോലെ. ആ, അമ്മച്ചി, ഇദ്ദേഹം എന്റെ ആശാൻ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മച്ചി, ചാണ്ടി കുഞ്ഞാശാൻ. ഈ ദക്ഷിണ ആശാന് കൊടുക്ക്. അമ്മച്ചി എന്നെ അനുഗ്രഹിക്കണം. സൂക്ഷിച്ചൊക്കെ പഠിപ്പിന ആശാനെ. ഒരു തക്കും പൊക്കും ഇല്ലാത്ത ചെറുക്കനാ. ആശാനി തൊഴില് മുൻപരിചയം ഉണ്ടല്ലോ. ചീഫ് മിനിസ്റ്റർ മുതലേ IG വരെ ഉള്ളവരോട് ചോദിച്ചു നോക്ക്, ചാണ്ടി കുഞ്ഞിന് തൊഴിലറിയാവോന്ന്. ദക്ഷിണ. ഏ? ഏ? എന്താ? ഏ? കാലേ തൊട്ട് തൊഴാൻ, കാലേ തൊട്ട് തൊഴാൻ. ആഹാ. എടാ ചാണ്ടി, എന്ന് മുതലാണാ നീ ഡ്രൈവിംഗ് ആശാനായത്? കുറച്ചാലായി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചല്ലേ? അന്നേ നിന്റെ കാലാവധി കഴിഞ്ഞോ അതോ ചാടിപ്പോന്നോ? കാലാവധി കഴിഞ്ഞായിരുന്നേ. ഇപ്പോഴും കാർ മോഷണമൊക്കെ ഉണ്ടോടാ? അയ്യോ ഇല്ലേ, ഇപ്പൊ ഒരു തൊഴിലൊക്കെ ആയിട്ട്. നേരെ ചൊവ്വേ നടന്നാ നിനക്ക് കൊള്ളാം. ഈ പ്രദേശത്തെങ്ങാണോ അലവലാതരം കാണിച്ചാലുണ്ടല്ലോ, ഇല്ലേ? എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്. ഉവ്വ. ആ, അദ്ദേഹത്തിന് ആള് തെറ്റിയതാ. അങ്ങേര് പറയുന്ന ചാണ്ടി വേറെ, അത് വെറും ചാണ്ടി. ഇത് ചാണ്ടി കുഞ്ഞ്, അവൻ മഹാ കള്ളനാ, കള്ള റാസ്കൽ. കാറ് മോട്ടിച്ച് പാർസലാക്കി ആഗ്രഹ കിടക്കൊണ്ട് വിൽക്കുക അവന്റെ പണി. രണ്ടുപേർക്ക് ഒരേ പേര് വന്നാണല്ലോ കുഴപ്പമേ. ഈ കാക്കിയും വേഷ ആളെ കണ്ടപ്പോ ഞാനും ഒന്ന് കൺഫ്യൂഷനായി. ആ, കയറി കയറി.
അപ്പൊ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങി. ഈ വഴി വരുമെന്ന് എടുത്തോട്ട് ഓടിക്കാൻ പറഞ്ഞ വലത്തോട്ട് ആ ഓടിക്കാൻ ഓടിക്കാൻ വലത്തോട്ട് ഓടിക്കാൻ വലത്തോട്ട് ഓടിക്കാൻ പറഞ്ഞ അതേ പോട്ടെ ഇട്ട് തിരിക്കാതെ ചക്രം തിരിക്കുന്ന പോലെ ഇങ്ങോട്ട് തിരിച്ചതല്ല അതങ്ങോട്ട് പോയതാ. എത്തോട്ടെ എത്തോട്ടെ ആ നേരെ ഷടി ഷടി ആ ആക്സിഡന്റ് കൊടുത്തേ വരയ്ക്കാൻ കൊടുത്തേ നിന്റെ കയ്യെന്താണോ വരയ്ക്കുന്നേ? തിരുപ്പതി പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ടോ? 3-4 പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ട്. പനക്കലെ തിരുവേനിക്ക് പൂച്ച രസായനം ഉണ്ടാക്കാൻ. ആക്സിഡന്റിലാണ് ചവിട്ടിയിരിക്കുന്നത്. ആക്സിഡന്റ് പറ്റിയ നല്ല ഗുരുത്തം പിടിച്ചെഴുതേപ്പിക്കണ നീ എവിടെ ഒരുങ്ങി കെട്ടി? ചന്തയ്ക്ക്. ആ ഇരുട്ടെന്നിട്ട് വരണം. കൊച്ചേട്ടാ, അരങ്ങേറ്റത്തിന് ഇനി 1 മാസം തന്നെ ഇല്ല. കാശ് കുറച്ച് ചെലവാ. ഓ, നീ എന്നാ പഠിച്ചിട്ട് ഇറങ്ങാറാനാ? നീ ചോണ്ടായിരുന്നെങ്കി ആ അലമേലുമ്മ പുതിയ ബാലയില് ആ പെണ്ണിനെ കൊണ്ടുവരാന്നോ? ആ ചങ്ങനാശ്ശേരിക്കാരനെ. ഓ, അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. എനിക്ക് വയ്യ ബാലേ നാടകമൊന്നും പറഞ്ഞ നാട് തണ്ടാൻ. അയ്യടി, കാശ് അങ്ങോട്ട് ചെലവാക്കി പഠിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന കാശ് വേണ്ടെന്നോ? എനിക്കുള്ള കാശുണ്ടാക്കാൻ ഒരാൾ പോവല്ലേ ദുബായിക്ക്. കുറച്ചു കഴിഞ്ഞാ ഞാനും അങ്ങ് പോവും. ആ, പറഞ്ഞ പോലെ അപ്പുക്കുട്ടി ഇന്ന് ഡ്രൈവിംഗ് പഠിച്ച് ഏതോ കണ്ടം കൊളവാക്കിയെന്ന് കേട്ടല്ലോ. നേരാന്നോടി? ഓ, ഒരു തൊഴിൽ പഠിക്കുമ്പോ ആർക്കാണെങ്കിലും ഒരു കയ്യബദ്ധമൊക്കെ പറ്റും. അണ്ണൻ തന്നെ എത്ര തവണ തെങ്ങേന്ന് തല്ലിയലിച്ച് വീണിട്ടാ. എടി ആ പാത്രം നല്ലപോലെ പിടിച്ച്. ഇതെന്നെയാണ് മൂട്ടി തുളയുള്ള സഞ്ചിയാണോ? ആ കടയിൽ കൊണ്ടുപോയേ.
നിയമസഭയിൽ ഒച്ചപ്പാട്. അന്യനാട്ടിൽ അന്യനെ പോലെ തെളിച്ച് വായിക്കണാവേ. ബാങ്കുകളിൽ ശമ്പളം കൂട്ടി. കൂട്ടിക്കോട്ടെ. 14 പട്ടാളക്കാരെ പുലികൾ വെടിവെച്ചു. പുലികൾ വെടിവെച്ചെന്നു? പട്ടാളക്കാര് പുലികളെ വെടിവെച്ചെന്നായിരിക്കും. പുലികൾ കളിക്കത്തോ മാനത്തേക്കേ ഉള്ളൂ. കയ്യബദ്ധം അല്ല ബുക്ക. ആശാൻ സ്റ്റിയറിംഗ് വലത്തോട്ട് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ വലത്തോട്ട് ഓടിച്ചു. അത് കുറച്ച് കൂടിപ്പോയി. അപ്പ ആശാൻ സ്റ്റിയറിംഗ് ഇടത്തോട്ട് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ ഇടത്തോട്ട് ഓടിച്ചു. അതും കുറച്ച് കൂടിപ്പോയി. അപ്പൊ ആശാൻ സ്റ്റഡിയാക്കാൻ പറഞ്ഞു, അതും കുറച്ച് കൂടിപ്പോയി. അല്ല, അതിനു മുമ്പ് വണ്ടി മറിഞ്ഞു. ആശാന്റെ 2 കാലും ഒടിഞ്ഞു തൂങ്ങിയെന്നാണല്ലോ ഒടിഞ്ഞു തൂങ്ങി പറഞ്ഞു പോയി. എടാ നിന്റെ കോലത്തോട് ജീവിച്ചാ പോരടാ എന്തിയാ ഞാൻ വെച്ച് ഒറ്റ കീറ് വെച്ചോണ്ടല്ലോ. ആയുധം കൊണ്ട് കുഞ്ഞു കളിക്കല്ലേ കേട്ടോ. പോടാ അവിടുന്ന്. ഇത് കൊള്ളാല്ലേ? ഈ വളയ്ക്ക് എന്താ വില? 10 രൂപ. 10 രൂപയോ? കൊല്ലുന്ന വില. കൊല്ലത്ത് നിങ്ങൾ നോട്ടല്ലേ? പോടാ. നിനക്ക് വള വേണം? എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും കേട്ടില്ലേ? പോടാ. സരോജിനി നിന്നെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം കേൾക്കണ്ട, നേരെ ഇട്ടു. ഇരുട്ടിയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ശരി, ഞാൻ കൊണ്ടാക്കുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് ഇത്തിരി മയത്തി പെരുമാറിക്കൂടെ സരോജിനി? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തിനാ ആ വളക്കടെ വന്ന് വായി നോക്കി നിന്നത്? വായി നോക്കി നിന്നോ? ഞാൻ വള വാങ്ങിച്ചു തരാൻ വന്നതല്ലേ. എന്നിട്ട് ഞാൻ നാണം കിടണം അല്ലേ? ഞാൻ പോവാ. നിക്കടേ അവിടെ. ഇത് ചന്തയാ. എനിക്കറിയാം, ഞാനും കുറച്ച് ചന്തയാൻ പോവാ. ആളുകൾ കാണും. എന്ത് കഷ്ടമാ. എന്റെ ക്ഷീണം മാറണമെങ്കിൽ ഇപ്പൊ നീ എന്റെ ഇത് വാങ്ങണം. എന്താ ഇത്? ഇത് വള, പളപളാന്നിരിക്കുന്ന വള. ഞാനിത് ഇവിടെ വെച്ച് വാങ്ങുമെന്ന് സ്വപ്നം പോലും കാണണ്ട. നീ അപ്പുക്കുട്ടന്റെ തനിക്കോണം കാണാൻ പോവാ. നീ എന്റെ കാമുകയാണെന്ന് ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പോവും. അയ്യോ, വട്ട പിടിച്ചോ? നീ എന്നെ വട്ട് പിടിപ്പിക്കും. എന്താ ചന്തയിൽ കിടന്നൊരു ശൃംഗാരം? ഒന്നുമില്ല. ഇത് രാമൻകുട്ടി കൊടുത്തേക്കെ. എടാ വണ്ടിയുടെ താക്കോൽ എവിടെ? താക്കോല? സ്വിച്ച്. താക്കോല ഞാൻ തന്നു. എടാ നിന്നെ വണ്ടിയും വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടല്ലോ ഞാൻ ഷാപ്പിലോട്ട് പോയത്. അതെ ആശാനെ, ഞാൻ പണി കഴിഞ്ഞ് താക്കോൽ ഷാപ്പിൽ കൊണ്ട് തന്നില്ലേ? നീ ഷാപ്പിലോട്ട് വന്നിട്ടുമില്ല, താക്കോൽ തന്നിട്ടുമില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്റെ ദൈവം. നീ ഷാപ്പിൽ വന്നതിന് സാക്ഷിയുണ്ടോ? പിന്നെന്താ, ഷാപ്പുകാരൻ കൊച്ചുകുട്ടി, നാശ്വരക്കാരൻ പഠിക്കര, ഇവരൊക്കെ കണ്ടതല്ലേ? അല്ല ആശാനെ, താക്കോലില്ലാതെ ആശാൻ എങ്ങനെയാ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്ന്? ഞാൻ വണ്ടി ഓടിച്ചു. ഒരുപാട് പോക്കെടുത്താൻ പറയരുത്. ദോണ്ട് കിടക്കും താക്കോലെ. ദോണ്ടെ. അയ്യോ, ഞാൻ പിന്നെ എന്തിനാ നിന്നോട് താക്കോൽ ചോദിച്ചേ? അത് എന്നോടാണ് ചോദിക്കുന്നത്. എന്നാ ഞാൻ നിന്നോട് താക്കോൽ ചോദിക്കുന്നില്ല. ഒരു 20 രൂപ ഇതാ. എന്റർടൈൻമെന്റ് ടാക്സ്. രാവിലെ ഞാൻ തന്നില്ലേ? അതിന്റെ കെട്ടറം കിട്ട് മണിക്കൂർ പോകുന്നായി. നീ കാശെട്. എനിക്കൊന്ന് പിടിച്ചു നിൽക്കണം. അമ്മ ഈ തണുപ്പത്ത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ചുമ്മാ. എന്താ അമ്മേ? ഒന്നുമില്ല. വെറുതെ പനി പിടിപ്പിക്കല്ലേ, ഇങ്ങ് കയറി പോരൂ. ഇന്ന് നമ്മുടെ അപ്പൂന്റെ ഡ്രൈവിംഗ് പഠിത്തത്തിന് പോയതല്ലേ, എന്തായാലും ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. കാണുന്നില്ലേ ചെറുക്കനെ? ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇവൻ എവിടെ പോയി കിടക്ക? ഇനി മറന്നുകളയോ? അമ്മച്ചി, എന്തൊരു പുതിയത്. ഇഞ്ഞതാടാ. ഇത് മുഴുവൻ ഒന്നിച്ച് തിന്നു തീർത്തേച്ച് നാളെ ചോദിക്കരുത്. ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി, ഗുളിക കഴിക്കുന്ന പോലെ. ചേച്ചിയോ ഗോവൻ സാർ അറിഞ്ഞ എന്നെ കൊല്ലും. ഇങ്ങടാടാ. ചിരിക്കണ്ട. ഈ ജിലേബി മധുരപലഹാരമൊക്കെ വാങ്ങിച്ചു തരുന്ന പരിപാടി ഞാൻ നിർത്താൻ പോവാ. നിർത്തി. അതെന്താ? അമ്മച്ചി ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന എന്റെ ആഗ്രഹം. ശരി ശരി, അതൊക്കെ ഇരിക്കട്ടെ.
നിന്റെ ഡ്രൈവിംഗ് പഠിത്തം കഴിഞ്ഞോ? മുഴുവനും ആയില്ല, ഒരുമാതിരിയായി. നല്ല ആശാന. അത് ശരി, നീ പോയിക്കോ, ആരും കാണണ്ട. ആ ശരി. അപ്പോ ഇയാൾ എന്താ അമ്മച്ചി കൊണ്ടുകൊടുത്തത്? ഞാന് പുഷ്പാഞ്ജലി കഴിച്ചതിന്റെ പ്രസാദം. ഏത് അമ്പലത്തിലാ പുഷ്പാഞ്ജലി കഴിച്ചതിന് ജിലേബി പ്രസാദം കൊടുക്കുന്നത്? വടക്കൻ അമ്പലത്തിലെ ജിലേബിയ പ്രസാദം. നോക്കിക്കോ, ഞാൻ ചേച്ചിയോട് പറയുന്നുണ്ട്. ചവിട്ട് വെച്ചാൽ ചേച്ചി, എന്താടി